നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഒരു പുതിയ അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. പർച്ചേസിങ്, പൂർണ്ണമായിട്ടും പർച്ചേസിങ് ആയിട്ടുള്ള ഗെയിമാണ് പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന പ്രോഗ്രാം. അപ്പം അങ്ങനെ നമ്മുടെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൽ വരുന്ന കസ്റ്റമേഴ്സ്, അത് ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു പരിപാടി പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും 5 മിനിറ്റ് സമയം നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യാം, സമ്മാനങ്ങൾ നേടാം. പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് ശരിക്കും സമ്മാനാർഹരൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം ഒരു 100 രൂപയ്ക്കും 50 രൂപയ്ക്കൊക്കെ ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇനിയുള്ള എപ്പിസോഡുകളിൽ എന്തായാലും വിജയികൾ ഉണ്ടാകും എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് കണ്ണൂർ വിഷൻ ചാനലിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ അടുത്ത ടീമംഗങ്ങൾ പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും. പേരെന്താണ്? എവിടെ സ്ഥലം എവിടെയാണ്? ലക്ഷദ്വീപിലാണ്. സുഖമായിരിക്കുന്നു അവിടെ എല്ലാവരും? ഹാപ്പിയാണോ? എപ്പോഴാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നേക്കണേ? നാട്ടിലിപ്പോ ഇവിടെ പഠിക്കുകയാണ്, അപ്പൊ അങ്ങനെ അതിന്റെ ആവശ്യത്തിനോ. ശരി. അപ്പൊ ലക്ഷദ്വീപിലുള്ള മറ്റു കുട്ടികളുണ്ടോ ഇവിടെ പഠിക്കുന്നത്? എത്ര പേരുണ്ട്? 15 പേരുണ്ട്. എന്താ പഠനം എന്താണ്? ഞാൻ ഇപ്പൊ PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ്? ബ്രണ്ണലാണ്. നല്ല ക്യാമ്പസ് അല്ലേ? പേരെന്താണ്? റസ്മിയ. അത് ദേഷ്യത്തോടെ പറയണേ, നല്ല പേരല്ലേ? എവിടെയാ സ്ഥലം? എവിടെയാണ്? ലക്ഷദ്വീപ്. 3 പേര്. വെരി ഗുഡ്. ഓക്കെ. ലക്ഷദ്വീപിൽ നിങ്ങൾക്ക് അവിടെ നിന്നുള്ള പരിചയം തന്നെയാണോ, അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷമുള്ള ലക്ഷദ്വീപിലാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പരിചയപ്പെട്ടാണോ? ഇല്ല, നേരത്തെ പരിചയമുള്ള. എങ്ങനെയുണ്ട് തലശ്ശേരി? അടിപൊളിയാണ്. ക്യാമ്പസ് എങ്ങനെയുണ്ട്? ക്യാമ്പസ് അടിപൊളിയാണ്. നല്ല ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഇല്ലേ എല്ലാവരും? സാധാരണ ഇവിടെ വന്നിട്ടുണ്ടോ? ഗ്രീൻസിൽ മുന്നേ പർച്ചേസിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ടോ? ഇപ്പൊ എന്ത് പർച്ചേസ് ചെയ്യാനാ വന്നേക്കണേ ഇവിടെ? സംഭവം നമ്മള് കുറച്ച് ഫ്രൂട്ട്സ്, ഇത് എന്താ പറയാ, അതല്ല മേക്കപ്പ് കുറെ സാധനങ്ങൾ വാങ്ങിക്കാൻ. കോസ്മെറ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചോ? ഇല്ല, വാങ്ങിക്കാൻ വന്നു. ശരി. അപ്പോൾ ഇത് പ്രോഗ്രാമിൻ്റെ പേര് പ്ലസ് ഓർ മൈനസ് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. ഇവിടെ കണ്ണൂർ വിഷൻ ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ. ഗ്രീൻ സൈപ്പർ മാർക്കറ്റാണ് ഇതിൻ്റെ സ്പോൺസർഷിപ്പ്. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യോത്തരങ്ങളൊന്നും ഇല്ലാത്ത ഒരു പർച്ചേസിങ് ഗെയിമാണിത്. ഓക്കെ. ഇതിൻ്റെ ടൈം എന്ന് പറയുന്നത് 5 മിനിറ്റാണ്. 5 മിനിറ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള അവസരം തരാം. ഈ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. ബിഗ് പ്രൊഡക്റ്റുകളല്ല, കുട്ടി പ്രൊഡക്റ്റുകൾ റേറ്റ് നോക്കി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ 3 പേരായതുകൊണ്ട് തന്നെ 2 പേരടങ്ങുന്ന ഒരു ടീമും പിന്നെ ഒരാൾ മത്സരിക്കാം. ഓക്കെ. ഒരുമിച്ചല്ല പോകേണ്ടത്, വേറെ ഡിവേഴ്സ് അങ്ങനെ ആയിട്ടാണ് പോകേണ്ടത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് 5 മിനിറ്റ് കൊണ്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ കൗണ്ടറിൻ്റെ അടുത്തേക്ക് വരാം. നിങ്ങൾ സെയിം പ്രൊഡക്റ്റുകൾ, ഇപ്പോൾ സെയിം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും സെയിം പ്രൊഡക്റ്റാണെന്ന് വിചാരിക്കുക. നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ഗെയിമിൽ നിന്ന് ഔട്ടാവും. സെയിം പ്രൊഡക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ ഗെയിമിൽ നിന്ന് ഔട്ടാവും. അങ്ങനെ ഔട്ടായിട്ട് ബാക്കി വരുന്ന പ്രൊഡക്റ്റുകളുണ്ടല്ലോ, വരുന്ന MRP റേറ്റ്, 2 പേരും കൊണ്ടുവന്ന പ്രൊഡക്റ്റിൻ്റെ MRP റേറ്റ് ടോട്ടൽ കൂട്ടി നോക്കിയിട്ട് അവിടെ ഞങ്ങൾ ആ ഗ്ലാസ് ബോക്സിൽ റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ആ റേറ്റിൻ്റെ ഉള്ളിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് സമ്മാനമുണ്ട്. ഇനി അല്ല എങ്കിലും പ്രോത്സാഹന സമ്മാനമുണ്ട്. നിങ്ങൾ പർച്ചേസ് ചെയ്തതിൻ്റെ പൈസ നിങ്ങൾ കൊടുക്കണ്ട. നിങ്ങൾ പർച്ചേസ് ചെയ്തതിൻ്റെ പൈസ നിങ്ങൾ കൊടുക്കണം. പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പർച്ചേസ് ചെയ്തതിൻ്റെ പൈസ നിങ്ങൾ കൊടുക്കണ്ട. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സെയിം പ്രൊഡക്റ്റിന്റെ തന്നെ ആവാം. അതായത് ബ്രാൻഡ് അങ്ങനെയല്ല, സെയിം ബ്രാൻഡ് സെയിം പ്രൊഡക്റ്റ് വരുന്നത് ഗെയിമിൽ നിന്ന് ഔട്ടാവും. ഒരാൾക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും എടുക്കാം. പക്ഷെ നിങ്ങൾ എടുത്തുമ്പോൾ ആ ഗെയിമിൽ നിന്ന് പ്രൊഡക്റ്റ് ആവാണ്ടിരുന്നാൽ പോരെ, മാത്രമാണ്. ഓക്കെ. ശരി. അപ്പോൾ ഇവർക്കുള്ള ട്രോളി കൊടുക്കുന്നു. അതിനുശേഷം 5 മിനിറ്റാണ് സമയം. സാവധാനം എടുത്താൽ മതി. റേറ്റ് നോക്കി വലിയ പൈസേൻ്റെ ഒരു 1000 രൂപേൻ്റെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന റേറ്റ് എത്രയാണെന്ന് നമുക്കറിയത്തില്ല. ചിലപ്പോൾ പെട്ടെന്ന് ഹൈ റേറ്റിലേക്ക് പോകുമ്പം പിന്നെ അതുകൊണ്ടാണ് കുഞ്ഞു പ്രൊഡക്റ്റിൽ എടുത്താൽ മതി. റെഡി? ഓക്കെ. അപ്പോൾ 5 മിനിറ്റ് സമയം ഇവർക്ക് കൊടുക്കുന്നു. 2 ട്രോളി കൊടുക്കുകയാണ്. ശേഷം ഗെയിം ആരംഭിക്കുന്നു. അപ്പോൾ 5 മിനിറ്റാണ് സമയം. സാവധാനം ടൈം നോക്കി സാധനത്തിൻ്റെ റേറ്റും കാര്യങ്ങളും നോക്കിയിട്ട് പർച്ചേസ് ചെയ്താൽ മതി. ടൈം കഴിയുന്ന സമയത്ത് ഇവർ സ്റ്റോപ്പ് പറയും. സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഈ കൗണ്ടറിലേക്ക് വന്നാൽ മതി. നിങ്ങൾക്കുള്ള റേറ്റ് അവിടെ കിടക്കുന്നുണ്ട്. എത്രയാണെന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ തുടങ്ങാം. 5 4 3 2 1 0. മെല്ലനെ ആള് റൈറ്റിലോട്ട് പോക്കോ, സ്ട്രേറ്റ് പോക്കോ. ഓൾ ദ ബെസ്റ്റ്. പോക്കോ.
അപ്പോൾ സഹലിയ പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ MRP റേറ്റ് കൂട്ടി നോക്കാം. 5527. 5527 രൂപയ്ക്കാണ് സഹലിയ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 5527 രൂപയ്ക്ക്. സഹലിയ മാറാം. മറ്റേ 2 കൂട്ടുകാരും ഒന്നും ഇങ്ങോട്ട് വരാവും. ഇനി നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ MRP റേറ്റ് കൂടി ഒന്നുകൂടി പേര് പറയാം. റസ്മിയ. ഷഹാന. ഓക്കെ. ഇപ്പോൾ 2 പേരും പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ MRP റേറ്റ് കൂട്ടി നോക്കാം. ഇതിലിപ്പോൾ എത്ര എഴുതിയിട്ടുണ്ടാവും? റേറ്റ് എത്ര ഉണ്ടാവും? 7,000. ഓക്കെ. അറിയില്ല. 7,000, 5,000 അങ്ങനെയൊക്കെ. എന്തായാലും 5,000-ന് മുകളിലായിരിക്കാം. ശരി. 5527 രൂപയ്ക്കാണ് കൂട്ടുകാർ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഒറ്റയ്ക്ക്. 2 പേരും കൂടി ചേർന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്ന റേറ്റ് എത്ര നമുക്കിപ്പോൾ നോക്കാം. 2218. 2218 റുപ്പീസിനാണ് നിങ്ങൾ 2 പേരും കൂടി പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് 5527 പ്ലസ് 2218. 7745. 2 പേരും കൂടി പർച്ചേസ് ചെയ്തിരിക്കുന്നത് 7745 രൂപയ്ക്കാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇനി ഉള്ളത് ഇതിൻ്റെ ഉള്ളിലുള്ള റേറ്റ് എത്രയാണെന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ. 7745 രൂപയ്ക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്തത് ഇതിൽ എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് അതിനുള്ളിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമുണ്ട്. ഇല്ല എങ്കിലും നമ്മൾ ഈ പ്രോഗ്രാമിൽ മത്സരിച്ച വക സമ്മാനമുണ്ട്. 7745 എന്നുള്ളത് നിങ്ങൾ പർച്ചേസ് ചെയ്തത്. ഇതിൽ എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 4500 to 5500 എന്നുള്ളതാണ് റേറ്റ്. ഓക്കെ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, കുറച്ച് റേറ്റ് കൂടിപ്പോയി. എന്തായാലും ഇവർക്ക് ഞങ്ങളുടെ പ്രോഗ്രാമിൽ മത്സരിച്ച വക +/- പ്രോത്സാഹന സമ്മാനങ്ങൾ. ഓക്കെ. 2 പേരും കൂടി വാങ്ങിച്ചോളൂ. അവർക്കുള്ള പ്രോത്സാഹന സമ്മാനം കൂട്ടായിരിക്കും ഫ്രണ്ടിലോട്ട് വരും. ഓക്കെ. അപ്പോൾ താങ്ക് യു. അപ്പോൾ ലക്ഷദ്വീപ് പോയിട്ട് ഞങ്ങളുടെ സ്പെഷ്യൽ അന്വേഷണം പറയണം എല്ലാവരോടും. ഓക്കെ. താങ്ക് യു. ബൈ. ഓരോ സെക്ഷനും വളരെ മനോഹരമായിട്ട് തരംതിരിച്ച് വളരെ സുന്ദരമായിട്ട് കാണാൻ ഭംഗിയോടുകൂടിയാണ് ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ ഈ ഒരു പാത്രങ്ങളുടെയൊക്കെ, അലൂമിനിയം പാത്രങ്ങളുടെയൊക്കെ, ഫൈബർ പാത്രങ്ങളുടെയൊക്കെ, നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പാത്രങ്ങളുടെയൊക്കെ ഒരു സെക്ഷനാണ്. ലാസ്റ്റ് സൈഡിലാണ് ഈ ഒരു സെക്ഷൻ വരുന്നത്. അങ്ങനെ ഓരോന്നും നമ്മുടെ ഈ ഗ്രീൻ സൈപ്പർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഓരോ സാധനങ്ങളും വളരെ മനോഹരമായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ശരി, എപ്പോഴും നമ്മളിങ്ങനെ ഒരു സ്ഥാപനം സെലക്ട് ചെയ്യുമ്പോൾ അവിടെ കുറച്ച് കാണാൻ കുറച്ചുകൂടി സ്പേസ് വേണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കെല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്ഥാപനം വേണം. അതാണ് ഇപ്പോഴത്തെ ഒരു ഫാസ്റ്റ് ലൈഫ് എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് +/- അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ.